നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. സീറോ മലബാർ സഭയുടെ മുഴുവൻ പള്ളികളിലും ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന നിർദ്ദേശം. ഇതു സംബന്ധിച്ച സർക്കുലർ അടുത്ത ഞായറാഴ്ച പള്ളികളിൽ വായിക്കും. മേലൂർ പഞ്ചായത്തിൽ കർഷകർക്ക് ഭീഷണിയായി കാട്ടുപന്നി ശല്യം വർദ്ധിക്കുന്നു. അടിച്ചിലി, പുഷ്പഗിരി, പാലപ്പിള്ളി, കൂവക്കാട്ടുകുന്ന് മേഖലകളിലാണ് ശല്യം രൂക്ഷമായിട്ടുള്ളത്. തൃശൂർ ലൂർദ് പള്ളിയിൽ മാതാവിന് സ്വർണ്ണക്കിരീടം സമർപ്പിച്ച് സുരേഷ് ഗോപിയും കുടുംബവും. മകളുടെ വിവാഹത്തോടനുബന്ധിച്ചാണ് സുരേഷ് ഗോപി പള്ളിയിൽ സ്വർണ്ണക്കിരീടം സമർപ്പിച്ചത്. വാർത്തകൾ വിശദമായി. സീറോ മലബാർ സഭയുടെ മുഴുവൻ പള്ളികളിലും ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന നിർദ്ദേശം. ഇതു സംബന്ധിച്ച സർക്കുലർ അടുത്ത ഞായറാഴ്ച പള്ളികളിൽ വായിക്കും. മാർപ്പാപ്പയുടെ നിർദ്ദേശം നിർബന്ധമായും നടപ്പാക്കണമെന്നാണ് എറണാകുളം അങ്കമാലി അതിരൂപതയോടക്കം ആവശ്യപ്പെട്ടിരിക്കുന്നത്. റാഫേൽ തട്ടിൽ മേജർ ആർച്ച് ബിഷപ്പായി ചുമതലയേറ്റ ശേഷം ചേർന്ന സിനഡ് യോഗത്തിന്റേതാണ് തീരുമാനം. മേലൂർ പഞ്ചായത്തിൽ കർഷകർക്ക് ഭീഷണിയായി കാട്ടുപന്നി ശല്യം വർദ്ധിക്കുന്നു. അടിച്ചിലി, പുഷ്പഗിരി, പാലപ്പിള്ളി, കൂവക്കാട്ടുകുന്ന് മേഖലകളിലാണ് ശല്യം രൂക്ഷമായിട്ടുള്ളത്. താങ്ങുചിറ പാടത്ത് മേച്ചേരി ബെന്നിയുടെ കൃഷിയിടത്തിലാണ് കാട്ടുപന്നികളുടെ ശല്യം മൂലം കപ്പ കൃഷി വ്യാപകമായി നശിപ്പിച്ചിരിക്കുന്നത്. 2 മാസം കഴിഞ്ഞാൽ വിളവെടുപ്പിന് പാകമായ 1 ഏക്കറിലുള്ള മരച്ചീനിയാണ് ദിവസവും ഓരോ വാരം കുത്തിമറിച്ച് നശിപ്പിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കൃഷി ചെയ്യണമോ അവസാനിപ്പിക്കണമോ എന്ന ആശയക്കുഴപ്പത്തിലാണെന്ന് ബെന്നി പറയുന്നു. തൃശൂർ ലൂർദ് പള്ളിയിൽ മാതാവിന് സ്വർണ്ണക്കിരീടം സമർപ്പിച്ച നടനും BJP നേതാവുമായ സുരേഷ് ഗോപിയും കുടുംബവും. മകളുടെ വിവാഹത്തോടനുബന്ധിച്ചാണ് സുരേഷ് ഗോപി പള്ളിയിൽ സ്വർണ്ണക്കിരീടം സമർപ്പിച്ചത്. ജനുവരി 17-ന് ഗുരുവായൂരിലാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം. കഴിഞ്ഞ പെരുന്നാളിന് ലൂർദ് പള്ളിയിൽ എത്തിയപ്പോൾ സുരേഷ് ഗോപി മാതാവിന് സ്വർണ്ണക്കിരീടം സമർപ്പിക്കാമെന്ന് നേർന്നിരുന്നു. കിരീടം സമർപ്പിക്കാൻ ലൂർദ് പള്ളിയിൽ സുരേഷ് ഗോപിയോടൊപ്പം ഭാര്യയും മകളും തൃശൂരിലെ മറ്റു BJP നേതാക്കളും എത്തിയിരുന്നു. മുകുന്ദപുരം താലൂക്ക് NSS യൂണിയൻ ചാലക്കുടി മേഖല തിരുവാതിരകളി മത്സരം സംഘടിപ്പിച്ചു. പടിഞ്ഞാറെ ചാലക്കുടി കരയോഗം ഹാളിൽ നടന്ന തിരുവാതിരകളി മത്സരം താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് PR അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി മേഖലാ കൺവീനർ രമേശ് കുമാർ കുഴിക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് കമ്മിറ്റി അംഗം രമ കൃഷ്ണമൂർത്തി, വാർഡ് കൗൺസിലർ സുധാ ഭാസ്കരൻ, ഗോപിനാഥൻ, അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. മത്സരത്തിൽ കൂടപ്പുഴ NSS കരയോഗം 1-ാം സ്ഥാനവും ചാലക്കുടി ടൗൺ NSS കരയോഗം 2-ാം സ്ഥാനവും പടിഞ്ഞാറെ ചാലക്കുടി NSS കരയോഗം 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. വിജയികൾക്കുള്ള സമ്മാനദാനം താലൂക്ക് യൂണിയൻ സെക്രട്ടറി രവീന്ദ്രൻ നിർവഹിച്ചു. NSS മുകുന്ദപുരം താലൂക്ക് യൂണിയനിലെ കൊടകര മേഖല തിരുവാതിരക്കളി മത്സരം അഴകം ദേവീക്ഷേത്ര ഭജന മണ്ഡപത്തിൽ നടന്നു. ഉദ്ഘാടന സമ്മേളനത്തിൽ മുകുന്ദപുരം താലൂക്ക് പഞ്ചായത്ത് കമ്മിറ്റി അംഗം ഉണ്ണികൃഷ്ണൻ എടാട്ട് അധ്യക്ഷനായി. താലൂക്ക് യൂണിയൻ ഭരണസമിതി അംഗം വിജയൻ ചിറ്റേടത്ത് ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് യൂണിയൻ പഞ്ചായത്ത് സമിതി അംഗം രവീന്ദ്രൻ കണ്ണൂർ, താലൂക്ക് യൂണിയൻ ഇലക്ട്രോൺ മെമ്പർ ശ്രീകുമാർ, അനൂപ് M, ശ്രീവിദ്യ എന്നിവർ സംസാരിച്ചു. വലപ്പാടി NSS കരയോഗം 1-ാം സമ്മാനം നേടി. അഴകം NSS കരയോഗം 2-ാം സമ്മാനം നേടി. കൊളത്തൂർ NSS കരയോഗം 3-ാം സമ്മാനവും നേടി. മുകുന്ദപുരം താലൂക്ക് യൂണിയൻ കമ്മിറ്റി മെമ്പർ ബിന്ദു G മേനോൻ സമ്മാനദാനം നിർവഹിച്ചു. കേന്ദ്ര അവഗണനയ്ക്കെതിരെ ജനുവരി 20-ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഡിവൈഎഫ്ഐ മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കുന്നു. ഇതിന് മുന്നോടിയായി ചാലക്കുടി വെസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ നടത്തി. ഡിവൈഎഫ്ഐ മുൻ ബ്ലോക്ക് സെക്രട്ടറി
ജിൽ ആന്റണി ജാഥ ക്യാപ്റ്റന് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. ജിഷ്ണു വേലായുധൻ ജാഥ ക്യാപ്റ്റനും അശ്വതി മോഹനൻ ജാഥ വൈസ് ക്യാപ്റ്റനും ദിവീഷ് ഹരിദാസ് ജാഥ മാനേജറുമായ കാൽനട പ്രചരണ ജാഥയ്ക്ക് VR പുരം, തച്ചുടപ്പറമ്പ് റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി. ജാഥയുടെ സമാപന സമ്മേളനം DYFI ബ്ലോക്ക് സെക്രട്ടറി KB ഷബീർ ഉദ്ഘാടനം ചെയ്തു. ജിഷ്ണു വേലായുധൻ, അശ്വതി മോഹനൻ, AS സുമേഷ്, PV അൽജോ, VM ഭവാനി, KM സവിത, EK മുരളി എന്നിവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. സീറോ മലബാർ സഭയുടെ മുഴുവൻ പള്ളികളിലും ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന നിർദ്ദേശം. ഇതു സംബന്ധിച്ച സർക്കുലർ അടുത്ത ഞായറാഴ്ച പള്ളികളിൽ വായിക്കും. മേലൂർ പഞ്ചായത്തിൽ കർഷകർക്ക് ഭീഷണിയായി കാട്ടുപന്നി ശല്യം വർദ്ധിക്കുന്നു. അടിച്ചിലി, പുഷ്പഗിരി, പാലപ്പിള്ളി, കൂവക്കാട്ടുകുന്ന് മേഖലകളിലാണ് ശല്യം രൂക്ഷമായിട്ടുള്ളത്. തൃശൂർ ലൂർദ് പള്ളിയിൽ മാതാവിന് സ്വർണ്ണക്കിരീടം സമർപ്പിച്ച് സുരേഷ് ഗോപിയും കുടുംബവും. മകളുടെ വിവാഹത്തോടനുബന്ധിച്ചാണ് സുരേഷ് ഗോപി പള്ളിയിൽ സ്വർണ്ണക്കിരീടം സമർപ്പിച്ചത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.